കേരളം പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നാട് അതിവേഗം വളർന്ന് വികസിച്ചു വരാനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്താകട്ടെ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചില്ലേ? ഉയർന്നു വന്ന നാടല്ലേ കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും അരക്കിട്ടുറപ്പിക്കാനോ അതിലെ കുടിയേറ്റം നടത്താനോ ഒന്നും ഇവിടുത്തെ ജനങ്ങളെയോ ഗവൺമെന്റുകളോ സമ്മതിക്കില്ല. ഇവിടെ സർവകലാശാലകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയില്ലേ? ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയല്ലേ? അതുകൊണ്ട് നമ്മൾ ഗവർണറെ എല്ലാം ഉപേക്ഷിച്ച് ഗവർണർ പാടില്ലെന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ച് പോകാൻ സാധിക്കുമോ? അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വസ്തുനിഷ്ഠ കാര്യങ്ങൾ വിലയിരുത്തി വളരെ പക്വതയോടുകൂടി ചിന്തിച്ച് ഈ RSS സംഘപരിവാറിന്റെ പരിപാടികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി അംഗീകരിച്ചല്ലോ, ഈ പദ്ധതി അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളം വളരെ തന്ത്രപൂർവമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ഉൾക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താതിരിക്കാൻ, ഇടതുപക്ഷത്തിനകത്ത് ഒരു തരത്തിലുള്ള അകൽച്ചയും ഉണ്ടാകാതിരിക്കാൻ, ഇന്ത്യ നേരിടുന്ന വർഗീയ ഫാസിസ്റ്റ് വിപത്തിനെ നേരിടാൻ അതിശക്തമായ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്താൻ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്താനുള്ള നിലപാടുകളാണ് നമ്മളിപ്പോൾ സ്വീകരിക്കേണ്ടത്. അതിന് കോട്ടം തട്ടത്തക്ക നിലയിൽ ആരും ചിന്തിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പാർട്ടികളും, ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളെല്ലാം ആ തരത്തിൽ ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.